അസ്സലാമു അലൈക്കും ഡിയേഴ്സ്. അപ്പോൾ നമുക്ക് പെയേഴ്സ് ഓഫ് ഇക്വേഷൻ എന്നുള്ള ചാപ്റ്ററിൽ ഒരു ക്വസ്റ്റ്യൻ നോക്കാം. രണ്ട് സംഖ്യകളുടെ തുക 26 വ്യത്യാസം 4. അതായത് സം ഓഫ് ടു നമ്പേഴ്സ് ആർ 26 ആൻഡ് ദെയർ ഡിഫറൻസ് ഇസ് 4. സംഖ്യകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചത്. അപ്പോൾ നമുക്ക് സംഖ്യകൾ അറിയില്ല. അപ്പോൾ നമ്മൾ സംഖ്യകൾക്ക് നമ്പേഴ്സിനെ നമ്പർ 1 അല്ലെങ്കിൽ ലാർജ് നമ്പർ, വലിയ സംഖ്യക്ക് നമ്മൾ എക്സ് എന്നെടുത്തു. സ്മോൾ നമ്പറിന് നമ്മൾ വൈ എന്നെടുത്തു. മലയാളത്തിൽ എഴുതാം വലിയ സംഖ്യ എക്സ്, ചെറിയ സംഖ്യ വൈ. അപ്പോൾ നമ്മോട് എന്താ പറഞ്ഞത്? രണ്ട് സംഖ്യകളുടെ തുക സം ഓഫ് ടു നമ്പേഴ്സ് ഈസ് 26 എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സംഖ്യ ഒന്ന് എക്സും ഒന്ന് വൈയും ആണ്. സം എന്ന് പറയുമ്പോൾ അവരുടെ പ്ലസ് അവരെ ആഡ് ചെയ്യുക, തുക എന്ന് പറയുമ്പോൾ അവരെ ആഡ് ചെയ്യാണ് വേണ്ടത്. എക്സ് പ്ലസ് വൈ 26 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ഡിഫറൻസ് എത്രയാണെന്ന് പറഞ്ഞത്? ഡിഫറൻസ് ഈസ് 4 എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എക്സ് വലിയ സംഖ്യ എക്സ് ആണ്. എക്സിൽ നിന്നും വൈ മൈനസ് ചെയ്താൽ വ്യത്യാസം ഡിഫറൻസ് എന്ന് പറയുന്നത് മൈനസ് ചെയ്യാനാണ്. എക്സ് മൈനസ് വൈ ഈക്വൽ ടു 4 എന്ന് തന്നിട്ടുണ്ട്. ഇപ്പോൾ എന്തായി? ഇവിടെ നമുക്ക് രണ്ട് ഇക്വേഷനായി. അപ്പോൾ നമ്മൾ പെയേഴ്സ് ഓഫ് ഇക്വേഷൻ, സമവാക്യ ജോഡികളാണ് നമ്മുടെ ചാപ്റ്ററിൻ്റെ നെയിം. അതായത് ഇതിൽ രണ്ട് സമവാക്യം വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് എക്സിൻ്റെ വൈൻ്റെ വാല്യൂ കണ്ടുപിടിക്കുക? അവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഈ ഇങ്ങനെ രണ്ട് സമവാക്യം വരുമ്പോൾ നമ്മളിതിൽ ഏതെങ്കിലും ഒരു ടേമിന്, എക്സ് എന്നുള്ള ടേമിനെയോ വൈ എന്നുള്ള ടേമിനെയോ അല്ലെങ്കിൽ ഈക്വലിൻ്റെ അപ്പുറത്തുള്ള സൈഡിനെയോ 0 ആക്കി മാറ്റണം. ഇവിടെ എക്സ് പ്ലസ് വൈ 26ഉം എക്സ് മൈനസ് വൈ 4ഉം ആണ്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത്? ഇതിൽ ഏതെങ്കിലും ഒരു ടേമിന് 0 ആക്കാൻ ഒന്നല്ലെങ്കിൽ നമുക്ക് ഈ രണ്ട് ഇക്വേഷനും തമ്മിൽ ആഡ് ചെയ്യാം, അല്ലെങ്കിൽ സബ്ട്രാക്റ്റ് ചെയ്യാം. അതുമല്ലെങ്കിൽ ഇനി ആഡ് ചെയ്താലും സബ്ട്രാക്റ്റ് ചെയ്താലും ഏത് ടേമും 0 ആവുന്നില്ലെങ്കിൽ ഏതെങ്കിലും നമ്പർ കൊണ്ട് ഇവരെ ഇൻറ്റു ചെയ്തിട്ട് സെയിം ഒരുപോലെ ആക്കുക. ഇവിടെ നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ മനസ്സിലാവും. നോക്കിയേ, നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇവിടെ വൈക്ക് പ്ലസ് സൈനും ഇവിടെ വൈക്ക് മൈനസ് സൈനാണ്. അപ്പോൾ വ്യത്യസ്ത ചിഹ്നങ്ങൾ ആഡ് ചെയ്യുമ്പോൾ വലുതിൽ നിന്നും ചെറുത് കുറച്ച് വലുതിൻ്റെ സൈൻ ഇടാൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ വൈയും കട്ടാകാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ രണ്ട് ഇക്വേഷനെയും ആഡ് ചെയ്യുകയാണ്. ഇക്വേഷൻ 1 + 2. അപ്പോൾ എന്ത് വരും? എക്സ് പ്ലസ് വൈ ഈക്വൽ 26 പ്ലസ് എക്സ് മൈനസ് വൈ ഈക്വൽ 4. ഈ രണ്ട് ഇക്വേഷൻ ആഡ് ചെയ്യുമ്പോൾ 26ക്ക് 4 കൂട്ടിയാൽ നമുക്ക് 30 എന്ന് കിട്ടും. ഇനി ഇവിടെ നോക്കി, പ്ലസ് വൈയും പ്ലസ് മൈനസ് വൈ, ഒന്ന് പ്ലസും ഒന്ന് മൈനസും വരും. അപ്പോൾ ഇത് രണ്ടും എന്താകും? നമുക്ക് ഡിഫറൻറ്റ് സൈൻസ് ഉള്ള രണ്ട് വൈകളെയാണ് തമ്മിൽ കൂട്ടേണ്ടത്. നമ്മൾ പഠിച്ചിട്ടുണ്ട്, വ്യത്യസ്ത ചിഹ്നങ്ങൾ ആഡ് ചെയ്യുമ്പോൾ ഒന്നിൽ നിന്നും ഒന്ന് കുറച്ചിട്ട് വലുതിൻ്റെ സൈനിൽ. അപ്പോൾ ഇവിടെ ഇത് കുറക്കുക എന്ന് പറയുമ്പോൾ രണ്ടും കട്ടാവും. അപ്പോൾ ഇവിടെ നമുക്ക് 0 എന്ന് വരും. ഇനി എന്താണ്? എക്സ് പ്ലസ് എക്സ് നമുക്ക് 2x എന്നും കിട്ടും. 2x പ്ലസ് 0 = 30 ആണെങ്കിൽ നമുക്കിതിനെ എങ്ങനെ എഴുതാം? 2x = 30 എന്ന് എഴുതാം. ഇനി എന്താ ചെയ്യേണ്ടത്? എക്സിൻ്റെ വാല്യൂ കിട്ടാൻ അത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എക്സിൻ്റെ വാല്യൂ എപ്പോൾ കണ്ടുപിടിക്കുകയാണെങ്കിലും നമ്മൾ ചെയ്യേണ്ടത് എക്സിൻ്റെ കൂടെയുള്ള നമ്പേഴ്സിനെ മൊത്തം അങ്ങോട്ട് മാറ്റുക. ആദ്യം ഒറ്റയ്ക്ക് നിൽക്കുന്നവരെ മാറ്റുക, പിന്നെ എക്സ് കൂടെ നിൽക്കുന്നവരെ മാറ്റുക. ഇവിടെ എക്സിൻ്റെ കൂടെയുള്ളൊരു നമ്പറാണ്. ഇവിടെ 2നെ അങ്ങോട്ട് കൊണ്ടുപോകുമ്പോൾ ചിലർക്കെങ്കിലും ഡൗട്ട് ഉണ്ടാകും, ഇവിടെ പ്ലസ് അല്ലേ, അപ്പോൾ നമ്മൾ അങ്ങോട്ട് കൊണ്ടുപോകുമ്പോൾ മൈനസ് അല്ലേ ആവുക. പക്ഷേ ഇവിടെ പ്ലസിൻ്റെ മുമ്പ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത് ഇവിടെ 2 × x = ആണ് 30 വരുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? x = 30. ഇവിടെ 2 × വന്നത് കൊണ്ട് 2 അങ്ങോട്ട് പോകുമ്പോൾ എന്താകും? പ്ലസ് അങ്ങോട്ട് പോകുമ്പോൾ മൈനസ് ആവും, മൈനസ് അങ്ങോട്ട് പോകുമ്പോൾ പ്ലസ് ആവും. ഇൻവേഴ്സ് ഓപ്പറേഷനാണ് ചെയ്യേണ്ടത്. ഡിവിഷനാണ് അങ്ങോട്ട് പോകുന്നതെങ്കിൽ ഇൻറ്റു ആകും, ഇൻറ്റു അങ്ങോട്ട് പോകുമ്പോൾ ഡിവൈഡ് ആവും. ഇവിടെ 2 × ആണ്. അപ്പോൾ അങ്ങോട്ട് പോകുമ്പോൾ /2 എന്ന് വരും. ദാറ്റ് ഈസ് x = 15 എന്ന് കിട്ടി. അപ്പോൾ നമുക്ക് എക്സിൻ്റെ വാല്യൂ കിട്ടി. ഇനി ആ എക്സിൻ്റെ വാല്യൂ ഇവിടെ കൊണ്ട് തീർന്നില്ല. ഈ എക്സിൻ്റെ വാല്യൂ ഇവിടെ കൊടുക്കുക. അപ്പോൾ നമുക്ക് വൈയുടെ വാല്യൂ കിട്ടും. ഓക്കെ, നമ്മളെന്ത് ചെയ്യുന്നു? ഇക്വേഷൻ 1 കൊടുക്കാൻ പോവുകയാണ്. 2 കൊടുക്കാം. എക്സ് മൈനസ് വൈ ഈക്വൽ 4 എന്നാണെങ്കിൽ എക്സിന് നമുക്ക് 15 എന്ന് കിട്ടി. അപ്പോൾ നമ്മൾ 15 കൊടുക്കുകയാണ്. 15 - y = 4. അപ്പോൾ നമുക്ക് വൈയുടെ വാല്യൂ ആണ് കിട്ടുന്നത്. ഇവിടെ -y ആണ്.
വൈ മൈനസ് വൈനെ നമ്മൾ അങ്ങോട്ട് കൊണ്ടുപോവുക, 4നെ ഇങ്ങോട്ട് കൊണ്ടുവരാം. അല്ലെങ്കിൽ വൈ അവിടെ നിന്നോട്ടെ, ശ്രദ്ധിക്കുക, ഇങ്ങനെ വരും മൈനസ് വൈ ഈക്വൽ, ഇവിടെ 15 നമ്മൾ അങ്ങോട്ട് കൊണ്ടുപോകണം. അപ്പോൾ ഇവിടെ 15ൻ്റെ സൈൻ ഇവിടെ പ്ലസ് ആണ്, ഹൈഡായിട്ടിരിക്കണം. അപ്പോൾ അങ്ങോട്ട് പോകുമ്പോൾ അത് മൈനസ് ആകും. 4 മൈനസ് 15 എന്ന് വരും. ഓക്കെ, ഇനി എന്താ വരിക ആൻസർ? മൈനസ് വൈ ഈക്വൽ, മൈനസിന് ഇവിടുന്ന് കളയരുത്, 4ന്ന് 15 കുറക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ 15ന്ന് 4 കുറച്ചിട്ട് മൈനസ് ഇട്ട് കൊടുക്കുകയാണ് വേണ്ടത്. ഇപ്പോൾ 11 എന്ന് കിട്ടും. അപ്പോൾ മൈനസ് 11 എന്ന് കിട്ടും. അപ്പോൾ രണ്ട് സൈഡിലും മൈനസ് ഉള്ളത് കാരണം ഈ മൈനസും കട്ടായി പോകും. അപ്പോൾ വൈ ഈക്വൽ 11 എന്ന് കിട്ടും. ഓക്കെ, നമുക്ക് നോക്കാം. എക്സിന് 15ഉം വൈക്ക് 11 ആണെങ്കിൽ നോക്കൂ, 15ഉം 11ഉം ആഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? 15 + 11 ഈക്വൽ 26 എന്ന് കിട്ടും. കണ്ടല്ലോ, സംഖ്യകൾ 15ഉം എക്സ് 15ഉം വൈ 11ഉം കിട്ടി. രണ്ട് ആഡ് ചെയ്യുമ്പോൾ 26 കിട്ടും. അതുപോലെ 15ന്ന് 11 മൈനസ് ചെയ്താൽ നമുക്ക് 4ഉം കിട്ടും. അപ്പോൾ നമ്മൾ വാല്യൂ കറക്റ്റാണോ നോക്കേണ്ടത് അങ്ങനെയാണ്. ഓക്കെ.